ഇന്നത്തെ ഇൻട്രോ എൻ്റെ കുഞ്ഞുവിൻ്റെ വക. വേറൊന്നുമല്ല, ഹായ് അവൻ പറഞ്ഞേ. കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യണമെന്ന്. അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് പോസ്റ്റാൻ മേടിച്ചിട്ട് ഇച്ചിരി പഴകിപ്പോയ വീഡിയോ ആണിത്. ഏതാണ്ട് ഒരു 8:30 എണീറ്റിട്ട് തലേന്ന് രാത്രി അലങ്കോലപ്പെടുത്തിയ വീടിനെ ഇനി എങ്ങനെ അലങ്കോലപ്പെടുത്താന്ന് ചിന്തിച്ച് നടക്കണം. ഒരു കാര്യം ഇല്ലാണ്ട് വെയിറ്റ് ഒക്കെ നോക്കി എന്തിനാണോ ആവോ വോയിസ് ഓവർ മര്യാദയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കാണ്ട് എന്നെ മോക്കുകയാണ് അവൻ. ഞാൻ എൻ്റെ ലൊട്ടിലൊടുക്ക് സ്കിൻ കെയറിൽ തന്നെ തുടക്കം. വേറൊന്നുമല്ല, മുഖം ഒന്ന് കഴുകി അലോവേര അപ്ലൈ ചെയ്യുന്നു, അത്ര തന്നെ. പിന്നെ മുടി ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചു. എനിക്ക് ലീവുള്ള ദിവസം, അതായത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് എൻ്റെ ഈ ഹെയർ വാഷ്. ബ്രഷ് പോലും ചെയ്യാണ്ട് ബനാന വേണമെന്ന് പറഞ്ഞുള്ള കരച്ചിലാണിത്. പിന്നെ ഒരുവിധം കാറൊക്കെ കാണിച്ചവനെ പ്രലോഭിപ്പിച്ച് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പല്ല് തേപ്പിക്കുന്നത് വേറൊരു ടാസ്ക്കാണ്. ചില സമയങ്ങളിൽ തന്നെ പല്ല് തേക്കാൻ നോക്കും. ഇത് തലയാടുന്നതല്ലാതെ പല്ലൊന്നും തേക്കുന്നില്ല. ഒരുവിധം കുളിപ്പിച്ചിറക്കി. അപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ഇപ്പോഴാണ് അടുക്കളയിൽ കയറുന്നത്. കുളിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് കുഞ്ഞുനും വിശപ്പടിച്ചു. പിന്നെ അവൻ ആ ബനാന എടുത്തുകൊണ്ട് വന്നു. ഇങ്ങനെ സ്വന്തം കാര്യം നോക്കുന്നത് നല്ലതല്ലേ? അങ്ങനെ അവനെ ഒന്ന് സൈഡാക്കി ഞാൻ രാവിലത്തേക്കുള്ള പരിപാടി തുടങ്ങി. ഒരു സ്കൂളില്ലാത്ത അവധി ദിവസമാണെങ്കിൽ ചെമ്പാപ്പുട്ടും പഴവും ചായയും, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ. ഈ ചെമ്പാപ്പുട്ട് എടുക്കാൻ വേറൊരു കാരണമുണ്ട്. പാകത്തിന് നനച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാൽ മതി. നമ്മുടെ ആവശ്യത്തിനുള്ള പാകത്തിന് അത് എത്തിക്കിട്ടും. അങ്ങനെ പുട്ടും പഴവും പപ്പടവും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു തട്ട് തട്ടി. പപ്പടം പൊടിച്ചിട്ടില്ലെങ്കിൽ അവൻ പപ്പടം മാത്രം കഴിക്കും. എന്നിട്ട് രക്ഷയില്ലായിരുന്നു. പൊടിഞ്ഞതാണേലും വേണ്ടില്ല. സ്വയം പര്യാപ്തത വരിക്കാനുള്ളൊരു ടാസ്ക്കാണിത്. ഇരുന്നും കിടന്നും എങ്ങനെയൊക്കെയോ അവനാ നിക്കറിട്ടു. പക്ഷെ ഇട്ട് വന്നപ്പോൾ ഒരു കാല് എക്സ്ട്രാ വന്നു. ഇപ്പം മുടുക്കനായി. നിക്കറിട്ട് എന്നെ സന്തോഷം കണ്ടില്ലേ അവന്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള മീൻ വാങ്ങാൻ താഴത്തെ കടയിൽ പോയതാണ്. ആരോടും ചോദിക്കാണ്ട് തന്നെ ഒരു ജ്യൂസ് എടുത്ത് അവൻ പൊട്ടിച്ചു കുടിച്ചു. അല്ലെങ്കിലും പിള്ളേരുടെ കയ്യെത്തുന്നിടത്ത് കൊണ്ടുവച്ചിരിക്കുകയല്ല. പിന്നെ അവിടെ നിന്ന് ഒരു കോലുമുട്ടായി എടുത്ത് എങ്ങനെയൊക്കെയോ വീട്ടിൽ കൊണ്ടാക്കി. ഇനി ഇവനൊന്ന് ഉറങ്ങിക്കിട്ടിയാൽ മാത്രമേ എനിക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ഉദ്യമമാണിപ്പോൾ. ഫിഷ് ക്ലീൻ ചെയ്ത് തരാൻ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. അവൻ ഉറങ്ങിയ തക്കത്തിനെ പെട്ടെന്ന് പോയി എടുത്തിട്ട് വന്നു. ഭാഗ്യം എണീറ്റിട്ടില്ല. പിന്നെ ഉറങ്ങുന്ന സമയം കൊണ്ട് പെട്ടെന്ന് മീൻ കറി വെച്ച് വറുത്തു, ചോറ് വെച്ചു, കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു, എല്ലാം റെഡിയായി. ഈ ജോലിയുടെ ഇടയ്ക്കൊന്ന് നോക്കും ഞാൻ അവനെ. ഭാഗ്യം എണീറ്റിട്ടില്ല. കുറച്ച് തുണിയൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു, അതും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മീൻ കറിയും റെഡിയായി. എണ്ണയും മുളക് പൊടിയും കഴിഞ്ഞപ്പോൾ നൂൺ വഴി ഓർഡർ ആക്കി. 15 മിനിറ്റ്സ് കൊണ്ട് ഇവിടെ നൂണിൽ സാധനങ്ങൾ എത്തും. ഫുഡെല്ലാം റെഡിയായപ്പോൾ എന്നാൽ കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞൊരു ഓറഞ്ച് കഴിച്ച് വന്നപ്പോഴത്തേക്ക് കുഞ്ഞു എണീറ്റ് വന്നു. ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഉറക്കച്ചടവ് തീർക്കുകയാണ് ആശാനിങ്ങനെ. പിന്നെ ആശാന്റെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള സാലഡ് ഉണ്ടാക്കി കൊടുത്തു. ഉറക്കച്ചടവൊക്കെ മാറി ഒന്ന് എനർജറ്റിക് ആയപ്പോൾ അന്നക്കുട്ടിയെ വിളിച്ച് അവൻ്റെ ബൈക്ക് റൈഡിംഗ് ഒക്കെ കാണിച്ചു കൊടുത്തു. വൈകിട്ട് ചായ കുടിച്ചോണ്ടിരുന്നപ്പം നോക്കിയപ്പോൾ കപ്പായിട്ട് നിൽക്കുന്ന ഒരാൾ മുന്നിൽ. ചായ തരികയെന്ന് പറഞ്ഞതിൻ്റെ ചിരുങ്ങലായിരുന്നു അത്. ഇതിപ്പം ഡേ ഇൻ മൈ ലൈഫ് ആണോ അതോ വട്ടൈറ്റിനെ ഡേ ആണോ എന്നൊരു സംശയം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത്ര പെർഫെക്റ്റ് അല്ലെന്ന്. ഏതായാലും കിടക്കട്ടെ ഇവിടെ. അപ്പോൾ ശരി, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.